വേടൻ ഈ കേരളത്തിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാകാരനാണ്. സ്വന്തമായിട്ട് എഴുതുക, സ്വന്തമായിട്ട് പാടുക, സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ജനങ്ങളുടെ അംഗീകാരം നേടിയിട്ടുള്ള, പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ ഒരു ഇടതുപക്ഷ ആഭിമുഖ്യത്തോടുകൂടി തന്നെയാണ് ദളിത് ജനവിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചെറുപ്പക്കാരനെന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അത് ആ വേടൻ്റെ ആ പ്രത്യേകതയെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നാൽ വേടൻ തെറ്റായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വേടൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അത് ഞാൻ തിരുത്തുകയാണ്. അപ്പോൾ തിരുത്താനുള്ള ഒരു ഇടപെടൽ എന്ന രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഇടപെടൽ കണ്ടാൽ മതി. അതിനപ്പുറത്ത് ഏതെങ്കിലും രീതിയിലുള്ള വേട്ടയാടാനും ഒരു സമൂഹം കേരളീയ സമൂഹം ഞാൻ പറഞ്ഞു തീരട്ടെ, അങ്ങനെയുള്ള ഒരു ശ്രമവും കേരളീയ സമൂഹം അംഗീകരിക്കില്ല. ആരാണ് വേടനെ വേട്ടയാടിയത്? ആരാണ് വേടന്റെ കഴുത്തിലെ പുലിപ്പല്ല് തേടി ഈ കോലാഹലം മുഴുവൻ ഉണ്ടാക്കിയത്? ആരാണ് വേടനോട് അസാധാരണമായ വിധം ഈ നടപടികൾ സ്വീകരിച്ചത്? ആരാണ് വേടന്റെ സ്വത്വത്തെക്കുറിച്ചടക്കം തെറ്റായ